കൊല്ലം ദേശീയപാത 66-ൽ കൊട്ടിയത്തെ ഉയരപ്പാത നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കണമെന്ന സംയുക്ത സമരസമിതികളുടെ ആവശ്യത്തിൽ സർക്കാർ ഇടപെടുന്നു. വിവിധ സമരസമിതി ഭാരവാഹികളുമായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ചർച്ച നടത്തി. എം നൌഷാദ് എംഎൽഎ, കലക്ടർ എൻ ദേവിദാസ് എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. കൊല്ലം, അയത്തിൽ, ഉമയനല്ലൂർ, കൊട്ടിയം, പറക്കുളം, കടവൂർ എന്നിവിടങ്ങളിലെ സമരസമിതി നേതാക്കളും CPIM കൊട്ടിയം ഏരിയ സെക്രട്ടറി എസ് ഫതവുദ്ദീനും മന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുത്തു. വിശദ നിവേദനവും മന്ത്രിക്ക് കൈമാറി. ഈ മാസം 10-ന് ശേഷം NHI ഉന്നത ഉദ്യോഗസ്ഥർ, വിദഗ്ധർ, പ്രോജക്ട് ഡയറക്ടർ എന്നിവരെ പങ്കെടുപ്പിച്ച് സമരസമിതിക്കാരുടെയും ജനപ്രതിനിധികളുടെയും യോഗം കളക്ടർ വിളിച്ചു ചേർക്കുമെന്ന് ചർച്ചയ്ക്ക് ശേഷം മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. അതുവരെ കൊട്ടിയം മുതൽ പറക്കുളം വരെ അടിപ്പാതയോട് ചേർന്നുള്ള ഉയരപ്പാതയുടെ 6 വാർഡിലെ അറ്റകുറ്റപ്പണി നിർത്തിവെക്കാൻ കളക്ടർ നിർദ്ദേശം നൽകും. സമരസമിതികളുടെ ആവശ്യം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിനെയും അറിയിക്കും. എക്സ്പെർട്ട് കമ്മിറ്റിയുടെ പഠനം നടക്കുന്നേ ഉള്ളൂ. അവർ വന്നിരുന്നു, ഇനി അവർ വീണ്ടും വരുന്നുണ്ട്. ഇപ്പം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും 10-ാം തീയതി കഴിഞ്ഞൊരു ദിവസം അവർ ആ എക്സ്പെർട്ട് കമ്മിറ്റി വരും. നമ്മുടെ ജനപ്രതിനിധികളെയും അതുപോലെ ഈ സമരം ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ ആശങ്ക മാറ്റുന്നതിന് വേണ്ടി ഒരു മീറ്റിംഗ് ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് പാരലായിട്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ PWD മന്ത്രി NHI ആണ് നടത്തുന്നത്. NHIയുടെ നേരിട്ടുള്ള നിയന്ത്രണം മുഴുവനും അതൊരു ഇൻഡിപെൻഡൻറ്റ് ഏജൻസിയാണ്, കേന്ദ്ര ഗവൺമെൻറ്റാണെന്ന് നമുക്കറിയാമല്ലോ. എന്നാലും അവരുമായിട്ട് ഇരുന്ന് ഒരു മീറ്റിംഗ് കൂടെ ചേരുന്നുണ്ട്. ഡൽഹിയിൽ നിന്നുള്ള വിദഗ്ധ സമിതി 6 വാളിന്റെ ഭാഗങ്ങൾ പരിശോധന നടത്തിയ ശേഷമേ ഉയരപ്പാതയുടെ നിർമ്മാണം പുനരാരംഭിക്കൂ. ഉയരപ്പാതയുടെ ഡിസൈനിലെ പാളിച്ചയും മണ്ണ് പരിശോധനയിലെ അലംഭാവവുമാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. അതിനിടെ ഉയരപ്പാതയിൽ നിറച്ച മണ്ണിന് ഭാരം താങ്ങാനുള്ള ശേഷിയുണ്ടോ എന്ന് പരിശോധനയും നടന്നില്ല. ഇതുമൂലം പലയിടത്തും മണ്ണ് ഇരുത്തി. 6 വാളിന്റെ ലോക്കുകൾ തകരുകയും നീളത്തിൽ പൊട്ടലും സംഭവിച്ചു. ഉയരപ്പാതയ്ക്ക് പകരം വയഡക്റ്റ് പാത നിർമ്മിക്കണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. കൈരളി ന്യൂസ്, കൊല്ലം.